അപ്പോൾ നമ്മൾ വ്യാഴ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കിടന്നുറങ്ങിയ സൈക്കിൾ ഷോപ്പിൽ തന്നെ നമ്മുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബൈക്കിലത്തെ ഗിയറൊക്കെ ഇച്ച കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫോക്സ് സെറ്റ് ചെയ്യണം, ടയറൊന്ന് റെഡിയാക്കണം. അപ്പോഴത്തെ സൈക്കിള് പാർട്സാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഹാൻഡിലിൻ്റെ അവിടുത്തെ ബോളൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ ആ ഒരു ലോക്കുകളൊന്ന് മാറ്റണം. ബ്രേക്ക് ലോക്ക് അത്ര ശരിയല്ല. അതോടൊപ്പം തന്നെ അവർ നമ്മുടെ ഫോക്സൊക്കെ ശരിയാക്കാൻ വേണ്ടി അയച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം നല്ല പണിയുണ്ട്. ബോക്സിൻ്റെ ആ ഷാഫ്റ്റ് ബെൻഡായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ക്ലിയർ ചെയ്യണം. അങ്ങനെ കുറച്ച് പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാഫ്റ്റ് മാറുവാണ്. സെൻറ്റർ ഷാഫ്റ്റ് അത് കംപ്ലൈൻ്റ് ആണ്. അത് ബെൻഡായിപ്പോയി. അത് നോർമൽ ടൈപ്പാണ് ഇട്ടത്. പിന്നെ ഇത് കമ്പി പൊട്ടുകയും കൂടി ചെയ്തുകൊണ്ട് അത് പ്രത്യേകിച്ച് ഒരു സൈഡ് ബെൻഡായിപ്പോയി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു നടക്കുമായിരുന്നു. ഏതായാലും നമ്മൾ വന്ന ഷോപ്പ് അടിപൊളി ഷോപ്പാണ്. ഇത് ഇതെന്താ എല്ലാ ടൈപ്പ് വെറൈറ്റി സൈക്കിളുകളും ഉള്ളൊരു ഷോപ്പാണ്. RT സൈക്കിൾ മാർട്ട്. ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയത് കേട്ടോ. ഇന്നും മിക്കവാറും ഇവിടെ തന്നെ ഉറങ്ങിയിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തെ വലിയൊരു ഷോപ്പാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പാണ് വ്യാരയുടെ. പഴയ ഷോപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഇവിടെയുണ്ട്. ധാരാളം ജോലിക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ കാപ്പി കുടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴത്തെ നമ്മുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിനെയൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പകുതി സാധനം തേണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ടെൻറ്റ് സംഭവങ്ങളെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നു. കുഞ്ഞ് തേണ്ട കിടന്നുറങ്ങുന്നു. ഉറക്കമല്ല, അവിടെ പകുതി കണ്ണു തുറന്നാണ് കിടക്കുന്നത്. ഇനിയിപ്പം എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നാളെ രാവിലെ യാത്ര തിരിക്കാം. വ്യാര ഗുജറാത്തിൻ്റെ ഭാഗമാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത് ശിവാജി മഹാരാജിൻ്റെ ഒരു പ്രതിമ ഇവിടെ സ്ഥിതി ചെയ്യുന്നതാണ്. ഇവിടെ കൂടുതലും മഹാരാഷ്ട്രക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ തീർത്ത ഒരു പ്രതിമയാണിത്. വളരെ മനോഹരമായ ഒരു പ്രതിമയാണ്. ഇത് കണ്ടോ, നല്ല രസമുണ്ട്. ഒരു കോട്ടയുടെ മാതൃകയിൽ നിർമ്മിച്ചിട്ട് അതിൽ ശിവാജി മഹാരാജിൻ്റെ ആ ഒരു കൂറ്റൻ പ്രതിമ വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ പുറകിൽ കാണുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ആ ബിൽഡിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലൈറ്റ് ടവറാണ്. ക്ലോക്ക് ടവറാണ്. ഒരു ക്ലോക്ക് ടവർ. പഴയ ബിൽഡിങ്ങാണ്, മനോഹരമായൊരു ബിൽഡിങ്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ക്ലോക്ക് ടവർ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ബാബാ സാഹിബ് അംബേദ്കറുടെ ഒരു പ്രതിമ കാണാം. അപ്പോൾ വ്യാരയിലെ കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന RT സൈക്കിളാണ് ആ കാണുന്നത്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് ആ കാണുന്നത്. ആ മഞ്ഞ കളറിൽ കാണുന്നത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ അത് 2 നിലകളിലാണ്. ബാത്റൂം സൗകര്യവും എല്ലാം ഉള്ള ഒരു ബസ് സ്റ്റോപ്പ്. അതോടൊപ്പം തന്നെ ഇവിടെ വലിയ ഷോപ്പിംഗ് മാളുകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വ്യാരയിലെ കാഴ്ചകൾ, ഇതൊരു ടൗൺഷിപ്പാണ്. അതോടൊപ്പം തന്നെ കൂടുതലും ആളുകൾ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. മനോഹരമായ വഴികളൊക്കെയാണ്. രാവിലെ ക്ലീനിങ്ങുകാരൊക്കെ വന്ന് ക്ലീനിങ് തുടങ്ങിയ സമയമാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല തിരക്കായി തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ഈ സ്ട്രീറ്റിലൂടെ കുറച്ച് ദൂരം നടന്നിട്ട് വന്നതാണ്. ഇന്നലെ മുഴുവനായിട്ടും നമ്മൾ സൈക്കിൾ ചവിട്ടാഞ്ഞുകൊണ്ട് നടക്കാൻ ഇറങ്ങിയതാണ്. കുഞ്ഞെ അവിടെ RT സൈക്കിളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് മിക്കവാറും ഒരു 1 മണിക്കൂറിനകം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഇത് റെഡ് ബസ് വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഗുജറാത്തിൻ്റെ മണ്ണിൽ
കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പോകുന്നത് നമ്മുടെ ഇത് ബാബാ സാഹേബ് അംബേദ്കറുടെ ഒരു പ്രതിമ. അപ്പോൾ ഇതും ഒരു ബസ് സ്റ്റോപ്പ് തന്നെയാണ് കേട്ടോ. ഇതാണ് ശരിക്കും ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളും ഒക്കെ. കമ്പിയെ തൂങ്ങിക്കിടക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല സ്ലാബൊക്കെ ഇട്ട് മാർബിളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കരിക്ക് കച്ചവടം കണ്ടോ. നമ്മുടെ നാട്ടിൽ കരിക്ക് പറഞ്ഞാൽ വെളിയിൽ നിന്ന് വരണം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ തന്നെ ഉള്ള കരിക്കാണ്. അപ്പോൾ തേങ്ങ എന്നത്, നാളികേരം എന്നത് എല്ലാ സംസ്ഥാനത്തും ഇപ്പം നിറയെ ഉണ്ട്. അപ്പോൾ കാണാൻ നല്ല മനോഹരം. അപ്പത്തെ നമ്മുടെ JP വന്നിട്ടുണ്ട് കേട്ടോ. JP വന്നിട്ടുണ്ട്. JP ചായവാല എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സുഹൃത്താണ് കേട്ടോ. അപ്പോൾ പുള്ളി കട തുറക്കാൻ വേണ്ടി വന്നതാണ്. ഹലോ ബ്രോ, कैसा है? बढ़िया. ഓക്കെ. അപ്പോഴത്തെ നമ്മുടെ പണികളൊക്കെ തീർത്ത് നമ്മുടെ സൈക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇതുണ്ടോ, എല്ലാ സാധനങ്ങളും കയറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇനി RT സൈക്കിൾസിൽ നിന്ന് നമ്മൾ പതിയെ യാത്ര തിരിക്കുകയാണ്. അപ്പോഴത്തെ കുഞ്ഞിനെയായിട്ട് ഞാൻ ജിമ്മിൻ്റെ മുകളിലോട്ട് വന്നതാണ്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് 5ാമത്തെ നിലയിലാണ്. അവിടെയാണ് നമ്മുടെ സൈക്കിൾ ഇരിക്കുന്നത്. ഏതാണ്ടാ, അവിടെയാണ് സൈക്കിൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് വന്നാണ്. അപ്പോൾ JP ചായവാലേനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. സൈക്കിൾ ഇരിക്കുന്ന ഭാഗം കണ്ടല്ലോ, അതിൻ്റെ അടിയിലാണ് സൈക്കിൾ ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ ഒന്ന് കളിപ്പിക്കാൻ പറ്റുന്നു. അതായത് ഓപ്പൺ ടെറസാണ്. അപ്പോൾ ഓപ്പൺ ടെറസിൽ അവൾക്കൊന്ന് കളിക്കാനുള്ള സാധ്യത കിട്ടി. എന്താ, അവൾ പോസ് ചെയ്യുന്നുണ്ട, ക്യാമറയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാ എന്നാ നീ വാ അവിടെ ഉച്ചനേക്കരക. എന്നാ എന്നാ വാ 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 ഇങ്ങോട്ട് വര്. അങ്ങോട്ട് പോകണ്ട, അവിടെ താഴെ പോ. നീ വര്. അയ്യോ, അതിൻ്റെ മേൽക്കൂടിയൊക്കെ നടക്കാതെ, അവരുടെ മാറ്റിൻ്റെ മേൽക്കൂടിയൊക്കെ നടക്കല്ലേ കേട്ടോ. അപ്പോഴത്തെ അവൾക്ക് വലിയ സന്തോഷം. അവൾ തുള്ളി കളിച്ച് നടക്കുകയാണ്. എന്നാൽ എവിടെയെങ്കിലും പോയി കിടന്നു വാ. RT സൈക്കിൾസിൽ നിന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി പോകുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂർണ്ണകായ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഏകതാ പ്രതിമ, അതായത് നമ്മുടെ പ്രിയങ്കരനായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കാണാനുള്ള യാത്രയിലാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ വന്ന് ഒരു കനാലിൻ്റെ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരു വലിയ നദിയാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങി പോവുകയാണ്. വാ കുഞ്ഞ്, വഴിയാ പോകും. അപ്പോൾ കുഞ്ഞിന് ഞാനിവിടെ ഒന്ന് കനാല്, ഇത് ഇവിടുത്തെ ഒരു വലിയ നദിയാണ്, നദി കാണാൻ വേണ്ടി പോവുകയാണ്. തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പൂ. വാ. അപ്പോഴത്തെ ഇവിടെ വള്ളമൊക്കെ കിടക്കുന്ന കാണാം. ഇതൊരു വലിയ നദിയാണ് കേട്ടോ. വാ വാ വാ, താഴോട്ടോ. തുള്ളിക്കളിച്ച് താഴം വരെ എത്തി. കണ്ടോ, അവിടെ മീൻ വെട്ടുന്നതിൻ്റെ സൗണ്ട് കേട്ടു കേട്ടോ. മീനാണോ മുതലയാണോ എന്നാണോന്നറിയില്ല. അടിപൊളി ഒരു വെട്ടാണ് വെട്ടിയത്. മീനാവാനാണ് സാധ്യത. ഇഷ്ടംപോലെ മീനുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ പോള കയറി കിടക്കുന്ന സ്ഥലം. അതോടൊപ്പം തന്നെ അത് കണ്ടോ, അങ്ങ് അകലെ നമ്മുടെ തെർമൽ പവർ സ്റ്റേഷനാണ് കണ്ടോ, അങ്ങ് അകലെ കാണുന്നത്. അപ്പോൾ അവിടുന്ന് ഒഴുകി വരുന്ന നദിയാണ്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് അങ്ങ് അകലെ തെർമൽ പവർ സ്റ്റേഷൻ കാണാൻ പറ്റും. അത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഏരിയ മുഴുവൻ ഗവൺമെൻറ്റിൻ്റെയാണ്. അതോടൊപ്പം തന്നെ കൃഷി സ്ഥലങ്ങളുണ്ട്. വള്ളമൊക്കെ കിടക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ. തഴി കൊണ്ടുള്ള വള്ളം, അതോടൊപ്പം തന്നെ മുളയാണ് അതിൽ കയറി ഇരിക്കാനുള്ള സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞിതേ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു നദിയെ ഒരു കനാല് പോലെ ആക്കിയിരിക്കുകയാണ്. അതായത് വളരെ മനോഹരമായ രീതിയിൽ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡെല്ലാം സെറ്റാക്കാൻ വേണ്ടി ഉള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ വഴിയാണ്.
അപ്പോഴത്തെ ഇതുണ്ടോ, ഒരു ചെക്ക് ഡാമാണ്, ഷട്ടറുകളൊക്കെയുള്ള ഒരു ചെക്ക് ഡാം. 4 1 2 3 4 5 ഷട്ടറുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇവിടെ പണി നടക്കുന്നത് കാണിക്കാം. ഇതുണ്ടോ, നമ്മുടെ എവിടെയൊക്കെ തണ്ണീർമുക്കം ബണ്ടിൻ്റെ അവിടെയൊക്കെ പണി നടന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. അതായത് ഇതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, ഈ ഷട്ടറിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് മണ്ണിട്ട് മൂടിയിട്ട് അപ്പുറത്ത് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ നദി തന്നെയാണ് കേട്ടോ, ആ ഇറിഗേഷൻ പ്രോജക്റ്റിലാക്കിയിരിക്കുന്ന നദിയാണ്. അതിൻ്റെ 2 സൈഡും കോൺക്രീറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെ നിന്നുള്ള മണ്ണൊക്കെ അതിൻ്റെ അകത്തുള്ള കനാൽ രൂപത്തിൽ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് വന്ന മണ്ണൊക്കെ ഓരോ വർഷങ്ങളിൽ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷവും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, അങ്ങകലെ ക്രെയിനൊക്കെ കിടന്ന് വർക്ക് ചെയ്യുന്നത് കാണാം. മണ്ണെല്ലാം കോരിയെടുത്ത് ടിപ്പർ ലോറികളിലാക്കി അത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇറിഗേഷന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ, കർഷകർക്ക് വേണ്ടിയുള്ള പ്രവർത്തികളാണിത്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് മുഴുവൻ കാണുന്നത് കരിമ്പ് കൃഷിയാണ്, ഫുള്ള് കരിമ്പ് കൃഷി. ഞാനിപ്പോൾ ഒരു ഏകദേശം 14 കിലോമീറ്ററോളം കരിമ്പ് പാടത്തൂടെയാണ് കടന്നു വന്നത്. അപ്പോൾ കാണുന്ന ഒരു വലിയ കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ സൈക്കിൾ നിർത്തിയതാണ്. സൈക്കിൾ കണ്ട് അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സൈറ്റിൻ്റെ സൈഡിലോട്ടൊന്ന് പോകാമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഇതൊക്കെ കൃഷിഭൂമികളിലോട്ട് പോകുന്ന ചെറിയ ചെറിയ വഴികളാണ്. ഇത് ഇവിടെ ഈ പണി നടക്കുന്നതുകൊണ്ടാണ്, അതുപോലൊപ്പം തന്നെ ഈ ഒരു ഷട്ടർ സൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ വർക്കുകൾ 4 ഷട്ടറാണ് ഉള്ളതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞ 5 ഷട്ടർ എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ ഈ വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ റോഡിൻ്റെ പണി നടക്കുന്നില്ല. ഈ റോഡിനി വീതി കൂട്ടി അപ്പുറത്തോടെ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികളിലാണ് ഈ ഭാഗത്ത്. അപ്പോൾ അതുണ്ടോ, അവിടെ നമുക്ക് ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ് കാണാൻ പറ്റുക. അത് വളരെ പഴയ ഒരു പവർ സ്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ ഈ സൈഡിൽ വർക്കുകൾ നടക്കുകയാണ്. ധാരാളം വണ്ടികളും ക്രെയിനുകളൊക്കെ ഉപയോഗിച്ചാണ് അത് വർക്ക് ചെയ്യിക്കുന്നത്. അവിടുന്ന് കോൺക്രീറ്റൊക്കെ ഇടാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ ബണ്ടുകൾ നിർമ്മിച്ച് വെള്ളത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ ലോറികൾ കയറി വരാനുള്ള മാർഗ്ഗമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ സമയം വളരെ പരിമിതമാണ്. ഇന്നൊരു നല്ല കാലാവസ്ഥ, ചൂട് കൂടുന്നതിന് മുമ്പ് നമുക്ക് മാക്സിമം ചവിട്ടണം. ഇപ്പോൾ ഒരു 14 കിലോമീറ്റർ ഞാൻ ചവിട്ടി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു 130 കിലോമീറ്റർ കൂടിയാണ് എനിക്ക് പോകാനുള്ളത്. അപ്പോൾ ഈ വഴിയിലൂടെയാണ് ഈ പോകേണ്ടത്. ഇത് ഇടുങ്ങിയ വഴിയായതുകൊണ്ട് നമുക്ക് തള്ളിയേ പോകാൻ പറ്റൂ. വലിയ വണ്ടികളൊക്കെ വരുന്നതാണ്, മണ്ണ് കയറ്റി പോകുന്ന വണ്ടികളൊക്കെ ഈ വഴിയാണ് വരുന്നത്. ഈ ഒരു കനാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാണ്, കനാലെന്ന് പറയാം, കനാൽ പോലെയാണ് അത് ആക്കിയിട്ടിരിക്കുന്നത്. നദിയാണ്. ഇവിടുന്ന് വെള്ളം കയറ്റി വിടുന്നതാണ്, ഷട്ടറിട്ട് നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ശരി, ഇവിടുന്ന് നമ്മൾ പതിയെ യാത്ര തിരിക്കുകയാണ്. യാത്ര മുന്നോട്ട് തന്നെ. ഓക്കെ. അപ്പോൾ ഈ പാടത്തിൻ്റെ സമീപത്ത് വന്നപ്പോൾ മഞ്ഞപ്പൂക്കൾ മാത്രം നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും വലിയ സന്തോഷമായി. കൃഷി മേഖലയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്രയും നേരം കരിമ്പ് പാടങ്ങളിലൂടെയാണ് കടന്നു വന്നത്. കരിമ്പ് കൃഷി നടക്കുന്നു, ചോളക്കൃഷി നടക്കുന്നു. അപ്പോൾ വേനൽക്കാലത്ത് അതിനോടനുബന്ധിച്ചുള്ള കൃഷികളെല്ലാം പൂർവാധികം ശക്തിയോടെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴത്തെ ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ, മനോഹരമായൊരു ഗ്രാമം, ചെറിയ ഗ്രാമമാണ്. അപ്പോൾ ഈ ഗ്രാമത്തിലെ വഴിയിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ഇനിപ്പെണ്ണ് നല്ല സുഖിച്ച് കാഴ്ചകളൊക്കെ കണ്ട് കിടക്കുക. ഉച്ചയ്ക്ക് ചിക്കനും ബിരിയാണിയും ഒക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ്. നമുക്കൊരാൾ ബിരിയാണി വാങ്ങിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ അവൾ കിടക്കുന്നു. അപ്പോൾ ശരി, നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ചെറിയ പാടത്തുനിന്ന് കയറി വന്നപ്പോൾ കിലോമീറ്ററുകൾ കിടക്കുന്ന വലിയൊരു പാടം. ഇത് എള്ളാണോ കടുകാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ കടുകോ എള്ളോ ആണ്, അത് ഉറപ്പാണ്. കാരണം ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്, പക്ഷേ അന്നേരം പൂക്കൾ മാത്രമേ ഉള്ളായിരുന്നു, കായില്ലായിരുന്നു. ഇവിടെ ചെറുതായിട്ട് കാകളൊക്കെ വീണിട്ടുണ്ട്. ഇത് എള്ളാണോ കടുകാണോ എന്നുള്ളൊരു സംശയമുണ്ട്. വേണ്ട, ഇതിൻ്റെ എള്ളാണോ കടുകാണോ എന്നൊരു സംശയമുണ്ട്. ഇതുണ്ടോ, ഇതിനകത്ത് ചെറിയ കായ്കളൊക്കെ വീണിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് എള്ളാകാനാണ് സാധ്യത. എള്ളോ കടുകയാണ് എന്നാണേലും ഇവിടെ ചോദിക്കാൻ ആരുമില്ല. അപ്പോഴത്തെ മനോഹരമായ കാഴ്ചയിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ഇതെന്താ എത്ര ദൂരത്തേക്കാണെന്ന് നോക്കി.
അപ്പോൾ മനോഹരമായി കാഴ്ച. കുഞ്ഞി അതുകൊണ്ടടി പൂത്ത് നിൽക്കുന്നുണ്ടാ, അടിപൊളിയല്ലേ? കടുകാണേലും വെള്ളമാണേലും ഈ പാടശേഖരം കാണാൻ വളരെ മനോഹരമാണ്. ഏതായാലും നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പം അറിയാവുന്നവർ എനിക്ക് കമൻ്റ് ഇടുക. അതോടൊപ്പം തന്നെ ഈ സൈഡ് മുഴുവൻ കരിമ്പുപാടാണ് കേട്ടോ, കരിമ്പുണ്ട്. അതോടൊപ്പം തന്നെ അപ്പുറത്ത് ചോളം കൃഷി ചെയ്യുന്നു. ചോളത്തിൻ്റെ പാടമാണ് ആ കാണുന്നത് കണ്ടോ, ചോളത്തിൻ്റെ പാടം കണ്ടോ, പുതിയതായിട്ട് കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ ഗുജറാത്തിലെ കൃഷി മേഖലയിലൂടെ ഞാനിങ്ങനെ കടന്നു പോവുകയാണ്. അപ്പുറമൊക്കെ ഫോറസ്റ്റ് ഏരിയയിലോട്ടൊക്കെ നമ്മൾ കയറുകയാണ് കേട്ടോ. ചെറിയ ചെറിയ ഫോറസ്റ്റുകളിലൂടെയാണ്, ഫോറസ്റ്റിൻ്റെ ആ ഒരു പോസ്റ്റുകൾ ഇട്ടിരിക്കുന്ന ഏരിയയിലൂടെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ അപ്പുറമൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ്. ഇനിയിപ്പോൾ ചെറിയ ചെറിയ ഹില്ലി ഏരിയകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 18-20 കിലോമീറ്ററോടെ യാത്ര ചെയ്തിട്ട് ഇന്നത്തെ പരിപാടി സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ പാടശേഖരത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഈ റോഡൊക്കെ കാണാൻ. കണ്ടോ, നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ്, കിലോമീറ്ററുകൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡ്. നല്ല രസമില്ലേ? അതിൻ്റെ സൈഡിലിങ്ങനെ മഞ്ഞപ്പൂക്കളുമായിട്ട് പാടശേഖരം.